ജെഫിന് ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതണം. അങ്ങനെയല്ല, അങ്ങനെയും പറഞ്ഞില്ല. അപ്പുറത്തിരിക്കുന്നവൻ്റെ നോക്കിയെങ്കിലും എന്തേലും എഴുതിക്കൊണ്ട് വേണം വരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഗുരു സിനിമയ്ക്കകത്തൊക്കെ ഇല്ല, കണ്ണ് കാണാത്ത ഒരാളെ കാഴ്ചയിലേക്ക് എത്തുന്നത് പോലെ ബിസിനസ് എന്തുവാണെന്നുള്ളതും അതും ഇത്രയും വലിയ കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ ടീമായിട്ടുള്ള അജിത് വിനായകയുടെ ശിഷ്യത്വത്തിൽ നമ്മൾ പഠിച്ചിറങ്ങുവാണ്. ഒരു നോർമൽ വീട്ടിലുള്ള സാധനം മതി, പക്ഷെ എനിക്ക് 5000 സ്ക്വയർ ഫീറ്റിന് പ്രീമിയം ഒരു സാധനം തരണം, നിനക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ ചെയ്യാമോ? ഈ ചർച്ച അങ്ങനത്തെ സ്ഥലങ്ങൾ ഹാപ്പനിങ് പ്ലേസ് ആണ്. കുറെ ആൾക്കാർ വരുന്നത് മാത്രമല്ല, ഒരു മതത്തിന്റെ അല്ലത്, ഒരു നാടിന്റെയും എല്ലാവരുടെയും ഒരു സാധനമാണ്. എന്തും നേരിടാൻ എൻ്റെ കൂടെ കുറേ ചെറുപ്പക്കാർ പിള്ളേരുണ്ട്. അവരെൻ്റെ വലിയൊരു അസറ്റാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് ഒരു പോഡ്കാസ്റ്റ് ആണ്. സോ എനിക്ക് പേഴ്സണലി അല്ലാതെയൊക്കെ അറിയാവുന്ന ഒരാളാണ് എൻ്റെ മുമ്പിലുള്ളത്. സോ വെൽക്കം ടു ജെഫ് ടോക്സ്. അതാണ് ഞാൻ ഇട്ടേക്കുന്ന എൻ്റെ പോഡ്കാസ്റ്റിൻ്റെ ഓമന പേര്, ജെഫ് ടോക്സ് എന്നാണ്. ജെഫിൻ ജോൺസൺ ആക്ച്വലി അതാണ് എൻ്റെ പേര്. കൂടെയുള്ള ആൾക്കാരുടെ വളർച്ചയിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്. എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന ഒരാൾ, ഒരു നല്ലൊരു വ്യക്തി, ജിജോ ജോർജ് ഫ്രം വടകോട്, കൊല്ലം കൊട്ടാരക്കര. ഓക്കെ, സോ ഞാൻ ഇദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പം അതാണ് ക്യാമറ, അതും ക്യാമറ, ഇതും ക്യാമറ, അതും ക്യാമറ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പം അതാണ് നമ്മുടെ പരിപാടി. അപ്പം ഞങ്ങളുടെ ജഗമുഖ തുടങ്ങാൻ പോവുക. എല്ലാവരും കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസുകളൊക്കെ വരും. ആക്ച്വലി ഈ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഇതെൻ്റെ ഒരു ഫസ്റ്റ് പരിപാടിയാണ്. അപ്പം എനിക്കിത് ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾക്ക് ഞാനിപ്പോൾ ഒരാളെ അപ്രോച്ച് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ടാസ്കുകളുണ്ട്. ഇപ്പോൾ അയാളെ പറ്റി നോക്കാം, നമുക്ക് പുതിയൊരാളെ പറ്റി ഒന്നേന്ന് പറഞ്ഞ് പഠിച്ച് വീണ്ടും ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കറിയാവുന്ന നമ്മുടെ ഇടയിലുള്ള ഒരാളെ തന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു പരിപാടിയിലോട്ട് കൊണ്ടുവന്ന് ഒരു കൊളാബ് പോലെ ചെയ്ത്, അപ്പം നമ്മുടെ ആ ഒരു സുഹൃത്തിനും അതൊരു അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. ഇപ്പോൾ അവരെ പറ്റി പറയും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആക്ച്വലി നിങ്ങൾ ജിജോ മോൻ എന്നുള്ള ചെല്ലപ്പേരിൽ അറിയപ്പെടുന്ന ജിജോ ജോർജ് ഞാൻ പരിചയപ്പെടുന്നത്. ആക്ച്വലി ഇപ്പോൾ ആക്ച്വലി എന്നെ അപ്പം കാണുന്നൊരു ടൈമിൽ നിങ്ങൾക്ക് എന്തായിരുന്നു ആക്ച്വലി ഫീൽ? ആക്ച്വലി അപ്പോൾ നമുക്ക് നേരത്തെ അറിയാം, ഇപ്പം എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാവുന്ന ആ ഒരു ഇതാണ്. പക്ഷെ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു സംഭവം മനസ്സിലാവുന്നതൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ആക്ച്വലി നമ്മൾ കണ്ടാൽ അല്ലെങ്കിൽ എന്താ പറയുക, കൂടുതൽ അടുക്കണമെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു ഏതൊരു പോയിൻ്റായിരുന്നു ജിജോ ബ്രോയ്ക്ക്? വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ ജെഫിൻ നമുക്ക് കംഫർട്ടാണ്. ഓക്കെ, ഏതൊരു രീതിയിലാണെങ്കിലും ജെഫിൻ നമുക്ക് ഓക്കെയാണ്. നമ്മൾ വേറെ ഒരു രീതിയിലല്ല, ഐ മീൻ ഇപ്പോൾ ഓക്കെ, ഒരു ഫ്രണ്ടിനെക്കാട്ടി കൂടുതലും നമ്മൾ നോർമൽ നമ്മളിപ്പോൾ എല്ലാവരുടെ ഇടയിൽ സംസാരങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ ഈ മറ്റേ സിനിമയ്ക്കകത്തൊക്കെ പറയുന്നല്ലോ ഒരേ വേവ് ലെങ്തൊക്കെയാണ്. അങ്ങനെ ആയാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ടോ? ഐ മീൻ ചില ആൾക്കാരോടെങ്കിലും ഈ പറയുന്ന പോലെ ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ അങ്ങനെ ചിന്തിക്കുന്നവർ തമ്മിൽ ശരിക്കും ഒരു ബോണ്ട് ഉണ്ടായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലും ജെഫിൻ വിളിച്ചപ്പോഴും നമ്മളത് സംസാരിച്ചപ്പോഴും ഓക്കെ, നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാലും തേർഡ് പേഴ്സൺ അല്ല ജെഫിൻ. അതെ, ആക്ച്വലി ഇതിനൊരു ജേണി ഉണ്ട് ആക്ച്വലി ഒരു പോഡ്കാസ്റ്റിന്. കാരണം ഇതിൻ്റെ നമ്മളൊരു പാസ്റ്റ് പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറയാം. അപ്പം ഞാൻ ആക്ച്വലി മീഡിയ വില്ലേജ് സെൻറ്റ് ജോസഫ് കോളേജ് ചങ്ങനാശ്ശേരിയിൽ ഞാനവിടെ അഡ്മിഷൻ എടുത്ത് പഠിച്ച് സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ് ഓക്കെ നിങ്ങളപ്പോൾ എല്ലാവരും എൻ്റെ ചേട്ടൻ്റെ നിങ്ങളുടെ കോളേജൊക്കെ കഴിഞ്ഞ് അവരവരുടേതായിട്ടുള്ള പേഴ്സണൽ ജോലി പരിപാടി, ജോബ് സെർച്ചിങ് ടൈം അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ നടന്നതും. അപ്പോൾ എൻ്റെ ചേട്ടനാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ജോലി നോക്കി അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാവുന്നു. പിന്നെ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ചേട്ടനിൽ ഞാൻ കണ്ടൊരു ക്വാളിറ്റിയാണ് ഭയങ്കര നല്ലൊരു സർക്കിൾ ഓഫ് ഒരു ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞാൻ ഭയങ്കര നോക്കിയപ്പോഴത്തേക്കും അവർ ആസ് ഒരു ബ്രദറിനെക്കാട്ടിലുപരി എന്നെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലും അവരൊരു അപ്രോച്ച് നമ്മുടെ സൈഡിൽ തരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ഫിലിം അല്ലെങ്കിൽ ഫിലിം ഓറിയൻറ്റഡ് ആയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം,
നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ക്യാമറ കാര്യങ്ങൾ, കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ടോക്ക് ഉണ്ടാവുന്നു. പിന്നീട് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ത്രൂ ആണ് ആക്ച്വലി കണക്റ്റ് ആവുന്നത്, കുറച്ചും കൂടി ഒരു കോറായിട്ട് കണക്റ്റ് ആവുന്നത് ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ്. അപ്പം എങ്ങനെ എന്നിലോട്ട് അത് എത്തിച്ചു? ഹൗ യു ക്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജെഫിന് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്ന് നമ്മളിൽ കോമഡി പറയുന്നതിൻ്റെ തൊട്ട് ജെഫിൻ മീഡിയ വില്ലേജിൽ പഠിക്കാൻ പോകുന്ന കാലം ഞാൻ ജെഫിനെ ഓർമ്മിപ്പിക്കുകയാണ്. അതൊരു വലിയൊരു വിഷയമായിരുന്നു. കാരണം എല്ലാവരും എൻജിനീയറിങ് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ നേഴ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ആ നാട്ടിൽ വളരെ വ്യത്യസ്തമായിട്ട് ജെഫിന് മീഡിയ വില്ലേജിൽ പോകണം എന്നുള്ളൊരാഗ്രഹം വരുന്നുണ്ട്. ഈ സമയത്ത് ജെറിൻ, അതായത് ജെഫിൻ്റെ ചേട്ടൻ എൻ്റെ അടുത്ത് ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ജെറിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞങ്ങൾ റൂംമേറ്റ്സ് ആണ്, ക്ലാസ്മേറ്റ്സ് ആണ്. അങ്ങനെ എല്ലാ തരത്തിലും ഞങ്ങൾ ഭയങ്കര ബോണ്ടിങ് നിൽക്കുന്ന സമയത്ത് ഞാൻ ജെറിനോട് പറയുന്നുണ്ട്, ആ ചെറുക്കനെങ്കിലും രക്ഷപ്പെട്ടെന്ന്. അവൻ്റെ വിട്, കാരണം അവനിപ്പം ഓട്ടോമൊബൈൽ പഠിക്കാൻ വന്ന വണ്ടിയുടെ അടിയിൽ കിടക്കാൻ പറ്റുമോ? അവൻ്റെ വഴിക്ക് പോട്ടെ, അവനൊന്നും ഡാൻസർ അല്ലയോ അല്ലെങ്കിൽ പാട്ടുകാരനല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ജെറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ജെറിൻ വീട്ടിൽ വിളിച്ച് ജെഫിൻ്റെ പേരുടെ അടുത്തൊക്കെ പറയുന്നൊരു സീനൊക്കെ ഉണ്ട്. അതൊന്നും ജെഫിന് അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എനിക്ക് ഒന്ന് ഹോസ്റ്റലിൽ വെച്ചിട്ട് ഞാൻ ജെറിനെ വിളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു അൾട്രാ പ്രീമിയം, അതായത് അതൊരു വരവായിരുന്നു. കാരണം നമ്മൾ അതുവരെ നമ്മുടെ ഈവൻ കൊട്ടാരക്കരയിൽ പല ആൾക്കാരുണ്ടെന്ന് പോലും എനിക്ക് അറിയാത്തൊരു ടൈം. കാരണം നമ്മൾ അതുവരെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല വാട്ട് കൊട്ടാരക്കര. ചങ്ങനാശ്ശേരി നമ്മൾ പഠിച്ചു, പക്ഷെ വാട്ട് കൊട്ടാരക്കര നമുക്കൊരു ബോധം ഉറച്ച പ്രായമുള്ള ഒരു 18-19 വയസ്സ് നമ്മൾ കാണുന്നൊരു കൊട്ടാരക്കര. നമ്മളതുവരെ മറ്റേ നമ്മൾ ചർച്ചിൽ പോകുന്നു അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും നമ്മൾ പദയാത്ര അങ്ങനത്തെ പരിപാടികൾ കുറേയൊക്കെ നമ്മൾ ഓപ്പണായിട്ട് പറയാമല്ലോ, ചർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ കണക്ട് ആയിരുന്നു. പക്ഷേ അപ്പോൾ നിങ്ങളൊക്കെ അന്ന് മറ്റേ കൂക്കുവിളിയൊക്കെ പാടി ആ ഒരു ഓളം ഒരു വൈബൊക്കെ ക്രിയേറ്റ് ചെയ്ത് അത്രയും ഒരു പദയാത്ര എന്ന് പറയുമ്പോൾ വേറൊരു പരിപാടിയാണല്ലോ. അപ്പോൾ അത്രയും നമ്മൾ അത്ര ഒരു വലിയൊരു ഫോഴ്സ് അല്ലേ നടന്നു പോകുന്നത്. പക്ഷേ നമ്മൾ ഓളത്തിൽ അപ്പോൾ അന്നൊക്കെ നമ്മൾ ഈ പരിപാടിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷേ അതിലുപരി വീണ്ടും നിങ്ങളുടെ ഒരു തിരിച്ചുവരവ് നമ്മൾ കൊട്ടാരക്കരയോട് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അറിയത്തില്ല. ഞാൻ ഒരു പിടിയില്ലല്ലോ, എങ്ങനെയൊക്കെയോ നമ്മളിങ്ങനെ പോകുന്നു. ആരോ നമ്മളെ മമ്മൂട്ടി പറഞ്ഞല്ലോ, നമ്മൾ തേച്ച് മിനിക്ക് ആരോ തേച്ച് മിനുക്കുന്നുണ്ട്, മിനുക്കി പരുവായി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നേ, കൊട്ടാരക്കരയുടെ മുന്നിൽ വളരെ വലിയൊരു സംഭവമായിട്ട് നമ്മുടെ വരുന്ന പവർ ഹൗസ്. അതെ അത് സംഭവം ഒരു ഐക്കോണിക് ജിമ്മാണ് സത്യം പറയാം. നമ്മളത് ഇന്നും കേരളത്തിൽ ഇത്രയും വലിയൊരു ജിമ്മില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ലൊരു 7,000-8,000 സ്ക്വയർ ഫീറ്റ് അത്രയും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണെങ്കിലും വെച്ചിട്ടില്ല. അപ്പോൾ പവർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അത് ഓർമ്മിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ. ഓക്കെ, അപ്പം അതിൻ്റെ ഓണറിനെ പറ്റി വേറൊരു പരിപാടി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം ഓക്കെ കണ്ടിന്യൂസ്. ഇപ്പം കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള അജിത് വിനായക അല്ലെങ്കിൽ വിനായക ഫിലിംസ് ആക്ച്വലി അല്ലേ, അവരുടെ ഒരു ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അവരുടെ പവർ ഹൗസ്. ശരിക്കും പവർ ഹൗസ് ഒന്നും അല്ലായിരുന്നു അതിന്റെ പേര്. ആക്ച്വലി പവർ ഹൗസ് എന്ന് പറഞ്ഞൊരു ജിമ്മാണ് ആക്ച്വലി കൊട്ടാരക്കരയുള്ള കൊട്ടാരക്കര കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ബട്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ജിമ്മാണ്. അത് ഡിസൈൻ അതിന്റെ എന്താണ് ആക്ച്വലി ചെയ്തത്? ഐ മീൻ ഡിസൈൻ മാത്രമാണോ അതോ? അല്ല, ഫുൾ കൺസ്ട്രക്ഷൻ നമ്മളാണ്. അതിന്റെ ഫുൾ വർക്കും ചെയ്തത്. അതിലേക്ക് എത്തിപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചേട്ടൻ എന്ന് പറയാം, നാട്ടിലുള്ള ഷിജോ സണ്ണി എന്ന് പറയാം. അദ്ദേഹം ത്രൂ നമ്മൾ ഈ എന്താ പറയുന്നത് അജിത് വിനായക അല്ലെങ്കിൽ ശ്രീ വിനായക ഒരു ടീമുമായിട്ട് നമുക്കൊന്ന് എന്താ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ നമുക്കൊന്ന് സംസാരിക്കാൻ അവസരം കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കോമഡിയാണ്. തിരുവനന്തപുരത്തുള്ളൊരു വലിയൊരു ടീമിന് ഇവർ ഇത് ഡിസൈൻ ചെയ്യാനും വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പം ഞാൻ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ
അല്ലെങ്കിൽ എൻ്റെ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഡിസ്കഷൻസ് അവിടെ നടക്കുന്നു. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്തപ്പം ഇതല്ലേ ഞാൻ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇവരോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറയുന്നതുകൊണ്ട് എനിക്ക് എന്താ പറയുന്നത്, ഞാൻ ഒരെണ്ണം വരച്ചോണ്ട് വരട്ടെ, ഒരു പ്ലാൻ, ഞാൻ എൻ്റെ ഒരു പ്ലാൻ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം. അണ്ണേ പുള്ളിയോ ശരത്തേട്ടനെ ആ ഒരു കാര്യം ശരത്തേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടിവേഷൻ എന്താ മനെ നീ കൊണ്ട് ചെയ്യണ്ടേ നീ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഒരു സ്റ്റൈലിൽ നമ്മളെടുത്ത് അത് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, വീട്ടിൽ പോയി നമ്മളിങ്ങനെ വ്യത്യസ്തമായിട്ടിരുന്ന് ചിന്തിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ദിവസം ഒന്ന് വർക്കൗട്ട് ചെയ്തു. ഒറ്റ ദിവസം വർക്കൗട്ട് ചെയ്തുള്ളൂ. പിറ്റേ ദിവസം ഞാനിതുപോലെ ഒരു സാധനം കൊണ്ട് അവിടെ ചെന്നു. അപ്പോൾ സാധനം കൊണ്ട് ചെന്നിട്ട് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നുണ്ട്, പുള്ളി വളരെ മാസമായിട്ട് ഇങ്ങനെ നോക്കിയേ എന്നതിൻ്റെ അടുത്താക്കി കൊടുക്കുന്നത് ഈ സാധനം ഇങ്ങനെ കറങ്ങി ഞാൻ വെച്ചു എല്ലാം തീർത്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും അവസാനം ഇതിങ്ങനെ കറങ്ങി അടിച്ചു വന്നിട്ട് മനെ നീ ഇത് ചെയ്യുന്നു എത്തിച്ചല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരത്തേട്ടൻ നമ്മളെപ്പോഴും റിലേറ്റ് ചെയ്യുന്നൊരു ഒരു ലാലേട്ടൻ്റെ കൂട്ടന്നെ മനെ എന്നുള്ളൊരു സ്റ്റൈലിൽ നീ ഇത് ചെയ്യുന്നു. ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു, ഇതുവരെ ഒരു മതിലോ ഒരു കക്കൂസോ സ്വന്തമായിട്ട് എനിക്കൊരു മേശരി പോലും ഞാൻ ഡിസൈൻ ചെയ്തു, പക്ഷെ എനിക്കിത് അറിയത്തില്ല. പക്ഷേ എനിക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നതിനെ പറ്റി ഒരു ഐഡിയ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തെങ്കിലും ഞാൻ കൺസ്ട്രക്ഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്നെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഇതുപോലെ മോനെ നീ ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചേട്ടൻ ഷിജോ സണ്ണി പറയുന്നുണ്ട് ചെയ്യുന്നു പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വളരെ സത്യസന്ധമായിട്ട് ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ല, എനിക്കിതൊന്നും അറിയത്തില്ല. അവിടാണ് ഇതെല്ലാം അതെ 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 വളരെ ഓപ്പണായിട്ട് ഈ സാധനം മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരാഴ്ച നിനക്ക് സമയം തരാം, നീ അതിന് മുമ്പ് ഇതെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നാൽ. അതിനോടൊപ്പം പുള്ളി ഒരു അഡ്വാൻസ് കൂടെ എടുത്തങ്ങ് ഫ്രണ്ടിലൂടെ വെച്ചു. അവിടാണ് നമുക്ക് കോൺഫിഡൻസ്. പക്ഷെ ഈ കോൺഫിഡൻസ് ഒരിക്കലും എൻ്റെ വീട്ടിലാർക്കും ഇല്ലായിരുന്നു. ഞാൻ ഈ പൈസ ഞാനിത് കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ണേ അപ്പോൾ എന്തുവാടേ ഇത് പൊളിയോന്നൊക്കെ എണ്ണേ എങ്ങനെ. അപ്പം അവിടെ മമ്മയ്ക്ക് വലിയ റോളുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു സാധനം വരുന്നു. ഇപ്പം ഞാൻ ഇതിന് മുമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓൺ ബ്രദർ എനിക്ക് അടൂര് ഒരു വീടിൻ്റെ റിനോവേഷൻ, അത് ചേട്ടൻ്റെ തന്നെ ഫ്രണ്ടിൻ്റെ ഒരു 40 വർഷം പഴക്കം ചെന്നൊരു വീടിൻ്റെ റിനോവേഷൻ എനിക്ക് തരുന്നുണ്ട്. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ആ മേശിരി അങ്ങ് നാട്ടിലും പോയി. പുള്ളി അങ്ങ് പോയതോടുകൂടി അത് അവിടെ അങ്ങ് തീർന്നു. അത് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതാണ് എൻ്റെ ശരിക്കുള്ള അടൂരുള്ള എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ റിനോവേഷനാണ് എൻ്റെ ഫസ്റ്റ് വർക്ക്. പക്ഷെ പുള്ളി അങ്ങ് നാട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. അപ്പം ഈ സ്വാഭാവികമായിട്ടും എന്നെ ജെഫിനറിയാമല്ലോ, ഒരു NRI ഫാമിലിയാണ്. എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് പാക്ക് ചെയ്യണം. എഞ്ചിനീയറിങ് കഴിഞ്ഞിറങ്ങുന്നു, പിറ്റേന്ന് ഗൾഫിൽ ഒരു ജോലി. ഇതാണ് ഏതൊരു ഇപ്പം നമ്മൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജെർണു ആ രീതിയിലാണ്. ജെറിന് അന്നേരം തന്നെ പാക്ക് ചെയ്യുന്നു. ഞാൻ ഡിപ്ലോമ കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ ചോദിക്കുന്നുണ്ട് 25,000 രൂപ ശമ്പളം വേണം, 1 ലക്ഷം രൂപ ശമ്പളം. ഞാൻ 1 ലക്ഷമല്ലോ, എന്നാൽ നീ എഞ്ചിനീയറിംഗ് കൂടെ പഠിച്ചിട്ട് പോകും. അങ്ങനെ ചുമ്മാ പറഞ്ഞൊരു കാഷ്വൽ ടോക്കിലാണ് നമ്മൾ എഞ്ചിനീയറിങ്ങിനും പോകുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹവും പാഷനും ഉണ്ട്. പക്ഷെ സത്യസന്ധമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങളുടെ ഒരു സക്സസ്ഫുൾ ജേർണി ഞാനിപ്പം ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ആ ഒരു തുടക്കം പോലും നല്ല രീതിയിൽ നമ്മൾ പല കാര്യങ്ങൾ ടാസ്കുകളാണെങ്കിൽ പല ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള മൊമെൻ്റൊക്കെ കടന്ന് ഈ ഒരു ഇവിടം വരെ എത്തി. അപ്പം നിങ്ങൾക്കിപ്പോൾ അത് നമ്മൾ ആലോചിക്കുമ്പം ഭയങ്കര ഒരു പ്രൗഡായിട്ട് നമുക്ക് തോന്നി. കാരണം ഒരാൾ പോലും നമ്മളെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം ഒരു ആർക്കിടെക്റ്റ് ആകുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ കാണുന്നത്. പക്ഷേ വളരെ ചുരുക്കി ഞാൻ വേണമെങ്കിൽ പറയാം, ഞാൻ +1 +2 വരെയും എനിക്കൊരു അക്ഷരവും അറിയത്തില്ല. 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്ക് ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുന്നെങ്കിൽ
10ാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്ക് ജെഫിൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ അമ്മ എന്തായിരിക്കും പറഞ്ഞേ, മോനെ പഠിച്ചതെല്ലാം അതല്ലേ, അങ്ങനല്ലേ പറഞ്ഞു. പക്ഷെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടെ എന്താ പറയുക, നീ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതണം. അങ്ങനെയല്ല, അങ്ങനെയും പറഞ്ഞില്ല, അപ്പുറത്തിരിക്കുന്നവൻ്റെ നോക്കിയെങ്കിലും എന്തേലും എഴുതിക്കൊണ്ട് വേണം വരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ മലയാളം ഫസ്റ്റിൻ്റെ എക്സാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിരുന്നു. മമ്മി എടുത്ത് അങ്ങ് കരയുക, മമ്മി ഞാൻ ജയിക്കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ കരയാം. അമ്മ എന്ന് പറഞ്ഞ് തോക്കുന്നെങ്കിൽ തോക്കട്ടെ, നീ ബാക്കി പരീക്ഷ അങ്ങ് എഴുത്, അതങ്ങ് എഴുത്, എന്തായാലും തോക്കൂലേ, അപ്പം നീ ഒരെണ്ണം എഴുതിയാൽ മതിയല്ലോ സേ, ബാക്കിയുള്ളത് മോനങ്ങ് പഠിക്കുക. 10ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ പരീക്ഷയുടെ അന്നാണ് എനിക്ക് ഈ ചൂട് വരുന്നത്. എന്തോ ഒരു സംഭവം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് നോക്കി എഴുതാനും കണ്ടെഴുതാനും ആരുമില്ല. എൻ്റെ അപ്പുറത്തിരിക്കുന്നത് ആരോ ജിൻസനായിരിക്കുന്നത്, ഇവനൊരു കാറും കൊണ്ടാണ് വരുന്നത്. സത്യം, ഇവൻ കുറേ സോഫ്റ്റ് ട്രാൻസ്പോർട്ടിൻ്റെ മുട്ടായും ഒരു കാറും മാംഗോ ബൈറ്റിൻ്റെ മുട്ടായും കുറേ സെൻറ്റർ ഫ്രഷ് കൊണ്ടുവരിക. അവൻ അവിടെ ഇരുന്നു 10ാം ക്ലാസ്സിൻ്റെ എക്സാമിനും അവൻ വരുന്ന വണ്ടി കളിക്കുക. സത്യമാണ് ഈ പറയുന്നത് അല്ലേ. അപ്പം ഞാൻ അങ്ങനെ ഒന്നാമത്തെ ദിവസത്തെ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചൂട് വരുന്നത്. മലയാള സെക്കൻഡ് നമ്മുടെ പാത്തുമ്മയുടെ ആട് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം ഞാൻ ശരിക്കും വായിക്കുന്നത് നാളെ മലയാള സെക്കൻഡിൻ്റെ പരീക്ഷയുടെ തലേന്നാണ് ഞാൻ വായിക്കുന്നത്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്കൊരു 2 എപ്പിസോഡ് എടുക്കാനുള്ള വേറൊരു സാധനം നമ്മുടെ ഉണ്ട്, അത് വിട്ടേര്, അതിനെക്കുറിച്ചൊക്കെ വിട്ട്. അതെ, പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമല്ലോ, നമ്മളിങ്ങനെ മറ്റേ കയറ് വിട്ട പശുവിനെ പോലെ എവിടെ ചെന്ന് അതല്ല, അതിനെക്കുറിച്ച് അങ്ങ് അത് പോട്ടെ. അപ്പം അങ്ങനെ ആ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് മാത്സിൻ്റെ പരീക്ഷ എത്തുന്ന സമയത്ത് ഞാൻ അട്ടർ ഫ്ലോപ്പ് ആവുന്നൊരു ടൈം എത്തുന്നു. ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്, മമ്മി ഞാൻ ജയിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പൊട്ടിക്കരയുന്നൊരു സീനൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ മമ്മിയൊക്കെ വളരെ കൊണ്ടു പോട്ടറാമനെ വെട്ടിക്കള എന്തോ ഷാജിയേട്ടാ എന്നൊക്കെയുള്ള ആ ഒരു വൈബിൽ ഇത് നമ്മൾ വിടുന്നുണ്ട്. ഈ മെയ് 2 മെയ് മാസം 2ാമത്തെ ദിവസമാണ് നമുക്ക് ഈ റിസൾട്ട് വരുന്നത്. ആ സമയത്ത് ഞാൻ തോക്കുന്നതിനെ കുറിച്ചും പരീക്ഷയെക്കുറിച്ചും അന്ന് നമ്മുടെ പള്ളിയിൽ ഒരു കല്യാണമുണ്ട്. നമ്മുടെ നാട്ടിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അറിയില്ല, ഒരു 10ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ എന്തോ വലിയ സംഭവം, 10ാം ക്ലാസ് തോറ്റി. അപ്പൊ അതിനകത്ത് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മസ്കറ്റിൽ നിന്നാണ് ഫോൺ കോൾ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിത് വിശ്വസിക്കത്തില്ലെന്നാണ് പറയുന്നത് കേട്ടോ. അന്നേരം ഇത് എൻ്റെ ഒരു ചേച്ചിയാണ് നോക്കുന്നത്. ശോഭ ചേച്ചി നോക്കുന്ന സമയത്ത് ശോഭ ചേച്ചി പറഞ്ഞിട്ട് ജിജോ ജോർജ് നീയാണോ? ഞാൻ പറഞ്ഞു ജിജോ ജോർജ് ഞാനായിരിക്കും, പക്ഷെ ആ ജയിച്ചത് ഞാനല്ല. ഇല്ല, നമുക്കില്ല, നമുക്ക് അറിയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റോസമ്മ ജോർജിൻ്റെ മകൻ, കാരണം അതിനകത്ത് അമ്മയുടെ പേരാണെന്നല്ലോ അവർ എഴുതുന്നത് ലോക്കൽ കാർഡിൽ. അങ്ങനെയാണെങ്കിൽ നീ പരീക്ഷ പാസ്സായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് A+ ഉണ്ടോ ഇതൊന്നുമില്ല, നമ്മൾ പാസ്സായെന്ന് അറിഞ്ഞപ്പോഴത്തേനെ നിപ്പി നമ്മൾ ചാടി കല്യാണത്തിന് പോകുന്നു. അതങ്ങ് പോന്നു. 10 A+ മേടിച്ച ആൾക്കാർ നമ്മുടെ ഫാമിലിയിൽ നാട്ടിലും ഉള്ളപ്പോൾ നമ്മുടെ ആൻറ്റി നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ജസ്റ്റ് പാസ്സായ നമുക്ക് വിളിച്ച് അന്ന് 2000 രൂപയുടെ ഉടുപ്പ് നിക്കറും മേടിച്ചു. കുടുംബത്തിന് അപ്പം അങ്ങനെ ഉണ്ട്. പിന്നെ +1 +2 എത്തുന്നു. +1 +2 ഒക്കെ സമയത്ത് കോളേജിലും സെന്റ് ഗ്രിഗോറിയസിലാണ് പഠിക്കുന്നത്. ആ ഒരു കൊട്ടാരക്കരയുടെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു കോളേജ് ആൻഡ് സ്കൂൾ ആണല്ലേ. അതെ അതെ, ഞാൻ അധികം കണ്ടിട്ടില്ല, കാരണം പ്രൈമറി ഉണ്ട്, സ്കൂളുണ്ട്, കോളേജ് ഉണ്ട്, കോളേജിന്റെ PG ഉണ്ട്, എല്ലാം MAd ഉണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞെങ്കിൽ +1 +2 8ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഈ കോളേജ് ക്യാമ്പസിനുള്ളിലാണ്. കാരണം അവിടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തിനും കോളേജിൽ പഠിക്കുന്ന വൈബിലാണ് അറ്റാച്ച്ഡ് ആണല്ലോ, ഒരു മതിലിന്റെ അപ്പുറം ഇപ്പുറം എല്ലാം. അവിടെ അകത്ത് മതിൽക്കെട്ടില്ല, ഒരൊറ്റ മതിൽക്കെട്ടിനകത്ത് 7ാം ക്ലാസ് കുന്നിന്റെ മണ്ടൊക്കെ ഒരു കോളേജ്. അതെ അതെ അതെ, അതെല്ലാവരും കൊട്ടാരക്കരയിൽ നമ്മൾ അതിപ്പോ 7ാം ക്ലാസ്സുകാരൻ പോലും കൊട്ടാരക്കരയില് സെന്റ് ഗ്രിഗോറിയസിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവന് വേറൊരു പവർ. നമ്മള് സെന്റ് മേരീസിൽ പഠിക്കുന്ന നമ്മുടെ എല്ലാ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സെന്റ് ഗ്രിഗോറിയസിലോട്ട് പോവുക. അങ്ങനെ നമുക്കവിടെ കമ്മ്യൂണിറ്റി കോട്ടയിലൊന്നും അല്ല കിട്ടുന്നത്, മാനേജ്മെന്റ് കോട്ടയിലാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയി. അവിടെ പോകുന്ന സമയത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 പാസ്സായി, അതിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് പാസ്സായി കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് ഏതായിരുന്നു? ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതിന് കാര്യമുണ്ട്, കാരണം ഈ എല്ലാവരും എന്താ പറയുന്നത്, ഈ 10ാം ക്ലാസ് കഴിയുമ്പോൾ നീ കൊമേഴ്സ് ആണോ സയൻസ് ആണോ എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്തോ ഈ സയൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തോ ഈ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ല എനിക്കറിഞ്ഞില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അളിയാ ഈ കൊമേഴ്സ് എന്തോ?
എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കണക്കും കാര്യങ്ങളും ഒക്കെയാണ്. ഓ കണക്കും കാര്യങ്ങളും നമ്മളങ്ങനെ പറ്റത്തില്ല. അപ്പോൾ സയൻസ് എന്താണ്? അത് ഫിസിക്സ് കെമിസ്ട്രി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുജികളാണ് സയൻസ് എടുക്കുന്നത്. അപ്പം ഞാനിതെടുത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സും നമ്മളൊന്ന് കേട്ട പരിചയം 8 പഠിച്ചിട്ടുണ്ട് ആ ഒരു ഫിസിക്സ് കെമിസ്ട്രി. അപ്പം അവിടെ വന്നപ്പം പിന്നെ നമ്മൾ അതിലെടുത്തൊരു ഓപ്ഷൻ ബയോളജി എടുക്കുന്നെങ്കിൽ 2 എണ്ണം പഠിക്കണം, സുവോളജി പോട്ടെ. അപ്പൊ പിന്നെ അതിനകത്ത് ഈസി ആയിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക. അപ്പൊ ഒറ്റ സബ്ജക്റ്റ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നു. +1 +2 നമ്മൾ പാസ്സാവും. പാസ്സായി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ആംബിയർ അനുസരിച്ച് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചെങ്ങമ്മനാട് ITA റോഡ് സൈഡിലുള്ള ചെങ്ങമ്മനാട് ITA പഠിക്കുക, ആഷ് കളർ യൂണിഫോം ഇടുക, ഒരു RX-100 എടുക്കുക, വളരെ ആ പുകയൊക്കെ വിട്ട് ആ ഒരു വണ്ടിന്റെ ശബ്ദമൊക്കെ വെച്ച് അങ്ങനെ പോവുക. ഇത്രേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പപ്പ ഗൾഫിൽ നിന്ന് എല്ലാം കൂടെ നിർത്തി നാട്ടിലോട്ട് വരുന്നത്. പപ്പ എന്ന് പറഞ്ഞാൽ പഴയ ഒരു മനുഷ്യനാണ്. പുള്ളി നാട്ടിലോട്ട് വന്നപ്പോൾ പുള്ളിയുടെ നൊസ്റ്റാൾജിയിട്ടുള്ള വയല്, ചാണകവാരൽ, ഹരിതാമയം, പച്ചപ്പ്, കൊല, വാഴയ്ക്ക് വളവിടൽ, കരിയില വാരൽ, ആ ഒരു പരിപാടിയായിട്ട് ഈ ഒരു പ്രകൃതിയായിട്ട് എന്തൊക്കെ പറയുന്നത്, അതിനെന്ത് പറയുന്നത്, ഈ പഴയ ഒരു ഗുരുകുല സംവിധാനമായിട്ട് പപ്പ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ നമുക്കതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മമ്മിയെ പറ്റിച്ച് പെട്ടെന്ന് ഗൾഫിൽ നിന്നാണ് പെട്ടെന്ന് നാട്ടിൽ വന്നുള്ള നമുക്കൊരു പ്രശ്നം. നമ്മൾ മമ്മിയെ പറ്റിച്ച് കൊട്ടാരക്കരയില് ലക്ഷ്മി ബേക്കറി, ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ നമുക്ക് മമ്മിയെ പറ്റിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പൈസ റെക്കോർഡ് ബുക്ക് പഠിക്കണം. മറ്റേ അതിനകത്ത് ന്യൂബിൾ ഓടി പറയുന്നതിനോട്ട് ടൂർ ഫീസ് അല്ലല്ല, മറ്റേ നമ്മുടെ എന്താ മറ്റേ കെമിസ്ട്രിക്കാരുടെ ടേബിൾ ഉണ്ടല്ലോ, ലാബ് അല്ല ഇല്ല CH ഓക്സിജൻ എന്നൊക്കെ മറ്റേ ഇത് മനസ്സിലായി, pH വാല്യൂ ഉള്ള അല്ല അതെല്ലാം എഴുതുന്ന ഒരു ഇതുണ്ടല്ലോ, പീരിയോഡിക് ടേബിളിന്റെ കാലൊടിഞ്ഞെന്ന് പറഞ്ഞിട്ട് നിവിൻപോളി ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ. എന്നതുപോലെയാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ അമ്മമാരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ അവർക്ക് അറിയാതിരിക്കും. അല്ല അറിയാവൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അജോയും കൂടാണ് സിനിമയ്ക്ക് പോകുന്നത്. അജോയുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വളച്ചൊടിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം ഞാനും അജോയും കൂടെ, അജോ പറയും സിനിമയ്ക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങും. ഞാൻ ഒരു പാലുകാച്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പോൾ പാലുകാച്ചിന് നമുക്ക് പ്രസൻറ്റേഷൻ മേടിക്കാൻ 100-200 മേടിക്കുകയും ചെയ്യും. അജോയുടെ മമ്മി കുറച്ച് നേരം കഴിയുമ്പോൾ പറഞ്ഞു അമ്മമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ ഇവിടെ അറിയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയതാ എന്തുവാന്നൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ അതൊന്നും പറയുന്നില്ല. കാരണം ഇത്രയും വലിയൊരു ചേട്ടനെ വളർത്തിയൊരു അമ്മയില്ലേ. അപ്പോൾ അതിൻ്റെ 4-1 കുസൃതി കാണിക്കുന്ന നമ്മളെ ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ ഏതൊരു ആൺപിള്ളേരെ വളർത്തിയ അമ്മമാരെ പോലെ നമ്മളെ അത് ഒന്ന് മൈൻഡ് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. ആ സമയത്താണ് അപ്പം വന്ന് ചാടുന്നത്. ഇത് നമുക്ക് മുട്ടൻ സീനാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ജെറിൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ പറഞ്ഞു അളിയാ നീ വരുന്നത് നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. മറ്റേ MLM നീ വന്നാൽ മതി നമുക്ക് നാഗർകോവിൽ അടിച്ചു പൊളിക്കാം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആ സെക്കൻഡ് ഞാൻ പറഞ്ഞു ഞാൻ പോവാം, എനിക്ക് നാഗർകോവിൽ. അപ്പം മമ്മിയും പറഞ്ഞിട്ട് അതാണ് നല്ലത്, കാരണം അവിടെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തരാം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് ഡിപ്ലോമയ്ക്ക് അവിടെ ചെല്ലുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ജെറിനും ഞാനും അവിടെയാണല്ലേ നിങ്ങൾ നമ്മുടെ കരിയറിന്റെ ഒരു തുടക്കം. പുതിയൊരു സ്ഥലം, പുതിയൊരു എന്ന് പറഞ്ഞ സിനിമയില് അത് വളരെ വലുതായിട്ട് കാണിക്കുന്നുണ്ട്. അതെ, കുറച്ചുകൂടി എക്സാജറേറ്റ് ആയിട്ട്. അതെ, അപ്പൊ ഇതിനകത്ത് ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളവിടെ ചെന്ന് ചാടുന്നു. അവിടെ ചെന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീകൃഷ്ണ പോളിടെക്നിക് കോളേജിലാണ് ഞങ്ങള്. ഒരു കുന്നൊക്കെ ബാക്കിലുണ്ട്, സത്യം അവിടാണ് ഞങ്ങൾ പഠിക്കുന്നത്. പക്ഷേ എന്തു പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഇതിനകത്ത് എന്ത് സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ +1 +2 വരെ നമ്മളൊരു അക്ഷരം പോലും വായിക്കത്തുമില്ല. പുസ്തകം മമ്മിയൊക്കെ വീട്ടിൽ പഠിക്കുന്നവരാ നീ പഠിക്കണ്ട അതൊന്ന് തുറന്നു വെക്കുക എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ നിന്ന് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കൂട്ടല്ല ഇടി നല്ലതുപോലെ തരും സാറന്മാർ, അടിയും തരും. അതുപോലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞ് 18 വയസ്സൊന്നും അവിടേക്കൊന്നുമില്ല. അവൻ ചെവക്കലിനൊക്കെ അടിയൊക്കെ തരും പഠിച്ചില്ലെങ്കിൽ. ഇപ്പം ഇങ്ങനെ 2-3 അടിയൊക്കെ നമുക്ക് കൊണ്ടു കഴിഞ്ഞപ്പം ഇനി ഇത് കൊള്ളരുത്, നമ്മൾ മലയാളികൾ നമുക്ക് അങ്ങനെ അടി കൊള്ളാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഒറ്റ രക്ഷയുള്ളൂ, പഠിക്കുക.
പിന്നെ അത് മാത്രമല്ല നമ്മൾ അത്രയും നാൾ പഠിച്ച കാര്യങ്ങളല്ല, പുതിയ എന്തൊക്കെയോ ആണ് പഠിക്കുന്നത്. അതെ, വേറെ അപ്പൊ ക്യൂരിയോസിറ്റി അത് ആരുന്നുണ്ട് അവസാനം വരെ അവർ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷനോട് കൂടിയാണ് അവിടുന്ന്, അതായത് വെറും മണ്ടനായിട്ടുള്ള ഞാൻ എല്ലാവർക്കും ഒരു മാതൃക. അല്ലല്ല, അത് അങ്ങനെ പാസ്സായി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അപ്പൻ എന്നെ കൊണ്ടുവിടുന്നുണ്ട് കോളേജിൽ. കൊണ്ടുവിട്ടിട്ട് പിന്നെ പപ്പ വരാൻ നേരം എൻ്റെ ഒരു ഫ്ലെക്സ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിനകത്ത് സീനൊന്നുമല്ല, സത്യം പറഞ്ഞു എത്ര രൂപ എടുത്തിട്ട് വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എഞ്ചിനീയറിങ്ങിന് പോന്നു. എഞ്ചിനീയറിങ്ങിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ പിന്നെ പഠിക്കുന്നൊന്നുമില്ല, അങ്ങനെ പോന്നു. ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറിങ് പഠിച്ച് കഴിയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആഗ്രഹിച്ചത് ആർക്കിടെക്റ്റ് ആകുക എന്നുള്ളത്. അതെ, അതിൽ നിന്നൊരു കോർ എലമെന്റ് മാറ്റി നിർത്തിയിട്ടുള്ള എഞ്ചിനീയറിംഗ് ജനറൽ അല്ലേ. ഞാൻ ആഗ്രഹിച്ചത് ആർക്കിടെക്റ്റും, പക്ഷേ ഞാൻ പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ എൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട്, ലിബിൻ എന്നാണ് അവൻ്റെ പേര്, ഞങ്ങളൊരു ട്രിപ്പ് പോയ സമയത്ത് അവിചാരിതമായിട്ട് കോട്ടയത്ത് കയറി ക്യാറ്റ് സെൻറ്ററിൽ കയറുന്നു. അവരവിടെ നിന്ന് കാണിച്ച ഡെമോ 3D ആ 3D അങ്ങനെ ഓരോന്ന് ചെയ്തത് കണ്ടിട്ടാണ്. കൊട്ടാരക്കരയിലെ ആകെ ചില ഒരുപാട് ആൾക്കാർ നമ്മുടെ കോണ്ടാക്റ്റിൽ ഉണ്ടാവല്ലോ. അപ്പൊ ആ ടൈമിലൊക്കെ വാട്സപ്പില് സ്റ്റോറി നോക്കുമ്പോ നിങ്ങളുടെ സ്റ്റോറിക്കകത്ത് മാത്രമാണ് ഒരു 3Dയുടെ ഒരു സാധനമൊക്കെ അടുത്ത് നമ്മുടെ പരിപാടിയൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ ആ 3D അപ്പോഴല്ലേ ജെഫിൻ എന്നെ വിളിക്കുന്നത്, ഇതുപോലെ മോഹൻലാലിന്റെ ഏതാണ്ട് പടത്തിനകത്ത് കണ്ടൊക്കെ 3D ചെയ്യാനുണ്ട് ഇയാൾ വിളിക്കുന്നുണ്ട്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ്, അത് വേറെ ഇത് വേറെ, നമ്മൾ ഇതിന്റെ അറ്റത്ത് നിന്ന് പഠിക്കുന്ന ആൾക്കാരല്ലേ. അങ്ങനെ തിരുവല്ല ക്യാറ്റ് സെന്ററിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങളെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുത്തിക്കൊണ്ട് പോകും എന്നുള്ളൊരു വാക്കൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനിത് പഠിച്ചു കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ ഇറങ്ങി, എന്നെ ആരും കൊത്തിക്കൊണ്ടു പോയി. സത്യം, ഞാൻ ജാക്സൺ സാർ എന്ന അവിടുത്തെ മാനേജർ, ഞാൻ ജാക്സൺ സാറിനെ വിളിച്ചു പറയുന്നുണ്ട്, ജാക്സൺ സാറേ കൊത്തിക്കൊണ്ട് പോയില്ല, എന്തുവാടാ കുറച്ച് കഴിവും കൂടി വേണം. അങ്ങനെ എന്നെ ഞാൻ അന്ന് അവിടെ പ്രസൻറ്റ് ചെയ്ത പ്രൊജക്റ്റൊക്കെ വളരെ ഹിറ്റായിരുന്നു നമ്മൾ. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ കോട്ടയത്ത് വലിയൊരു ബസ് സ്റ്റോപ്പ്, അതായത് ചൈനയിലും ജപ്പാനിലും അവിടെ ഇവിടെ കാണുന്നതുകൊണ്ട് ഭയങ്കര ഒരു സംഭവമാണ് ഞങ്ങൾ അന്ന് ചെയ്തത്. അപ്പം അങ്ങനെ ഞങ്ങളുടെ പ്രൊജക്റ്റ് അവിടെ നിന്ന് ഹിറ്റായിരുന്നു, അതൊരു ഹിറ്റായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ജാക്സൺ സാർ പറഞ്ഞൂടാ നിനക്ക് ഇത്രയും കഴിവും ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു എനിക്കോ, ഞാനും അങ്ങനെ ജാക്സൺ സാർ പറഞ്ഞു ഇതുപോലെ തിരുവല്ലയിൽ പഠിപ്പിക്കാനൊരു ഓഫറുണ്ട്, നീ അപ്പം നിനക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റും, നീ പോരെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവല്ല ക്യാറ്റ് സെൻറ്ററിൽ വരുന്നു. അവിടുന്ന് നമ്മുടെ ഭയങ്കര ഒരു ട്രെയിനിങ് പോയിന്റ്. സ്വന്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മോക്കുണ്ട്, അവിടെ പല പല പരിപാടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫീൽഡിൽ വേണ്ട നമുക്ക് 1000-2000 സ്റ്റുഡൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അവര് ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരം പറയണമെങ്കിൽ നമ്മൾ പഠിച്ചാലേ നമ്മളതിങ്ങനെ കീ വെച്ച് തുറന്ന് അല്ലെ. ഇത്രയും നാള് നമ്മള് സാറുമാർക്ക് വേണ്ടി പഠിച്ചു എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഞാൻ അന്നേരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും നമ്മൾ ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി. പിന്നെ ജിജോ ബ്രോ അന്നൊരു സാറായിരുന്നു അവിടെ തിരുവല്ല, എവിടെയാണ് തിരുവല്ല ക്യാറ്റ് സെന്ററിൽ ഒരു അധ്യാപകനായിരുന്നു. 1.5 വർഷം 365 വർക്കിംഗ് ഉണ്ടായി, അതായിരുന്നു ഞങ്ങളുടെ ബോണ്ടിങ് പീരീഡ്. അങ്ങനെ അവിടെ നിൽക്കുമ്പം ഞാൻ ഇപ്പോൾ ജെഫിൻ പറഞ്ഞല്ലോ എൻ്റെ സ്റ്റാറ്റസുകളിൽ അല്ലെങ്കിൽ എൻ്റെ അപ്ലോഡ് ചെയ്യുന്ന സമയങ്ങളിൽ ഈ 3Dകൾ ഇങ്ങനെ ഒരുപാട് വന്നു. അപ്പോൾ എൻ്റെ നാട്ടിൽ മനു എന്ന് പറഞ്ഞൊരു വെൽഡിങ് വർക്ക്ഷോപ്പൊക്കെ നടത്തും, ആൻ്റണി വെൽഡിങ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂട്ടുകാരനാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ജിജോ എനിക്ക് എൻ്റെ ചേട്ടനും അനിയനും ഒരേപോലൊരു വീട് വെക്കണം, ഒന്ന് ഡിസൈൻ ചെയ്ത് തരാം, അപ്പുറം ഒരേപോലെ വീട് വെക്കണം. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട്, ഞാൻ ചെയ്തു തരാം. നമ്മൾ സിമ്പിളായിട്ട്, അതാണ് എൻ്റെ ആദ്യത്തെ, ഞാനൊരു ഔട്ട്സോഴ്സ് ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റ്. അന്ന് M3 ക്രിയേഷൻ എന്ന് ഞാനൊരു പേര് അങ്ങിടുവാണ്. M3 എന്നുള്ളത് നമ്മുടെ സീക്രട്ടാണ്, അത് ആര് ചോദിച്ചാലും നമ്മൾ വെളിപ്പെടുത്താതെ വെച്ചേക്കുന്നത് നമ്മുടെ സീക്രട്ടാണ്. എന്നാൽ M3 ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു ലേബലിൽ ഞാൻ ക്യാറ്റ് സെൻറ്ററിൽ ഇരുന്നുകൊണ്ട് എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ ചെയ്ത് അയച്ച അതുപോലെ ഒരു വീട് തീർത്തിട്ടുണ്ട്. ഒരു വീട് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക, അതങ്ങനെ സ്റ്റോപ്പായി നിൽക്കുക. അങ്ങനെ 2 വീടുകൾ ഞാൻ അന്ന് വരച്ചു കൊടുത്തു. അതാണ് എൻ്റെ ഫസ്റ്റ് വരച്ച് ഞാൻ പുറത്തോട്ട് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് പിന്നെ നമ്മൾ തിരുവല്ലയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഡിസൈനിങ് മാത്രം, മണ്ണിലോട്ട് ഇറങ്ങിയിട്ടില്ല. അല്ല, മണ്ണിലോട്ട് അപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഇത് ഡിസൈനിങ് ആണ്, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വരച്ചൊരു സാധനം
റിയാലിറ്റി വരുന്ന ഒരു ആദ്യമായിട്ടായിരിക്കും ഒരു അധ്യാപകൻ ബിൽഡറായി ആർക്കിടെക്റ്റ് ആയിട്ട് മാറുന്നത്. അതെ 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 അങ്ങനെ ഈ സംഭവം പുറത്തോട്ട് വരികയും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ കമ്പനിയിൽ, അതായത് ക്യാറ്റ് സെൻറ്ററിൽ എൻ്റെ കഴിവ് മാക്സിമം തെളിയിച്ചൊരു അവിടുത്തെ അധ്യാപകർ എനിക്ക് അത്രയും ബോണ്ടിങ് ആയിരുന്നു. എനിക്ക് ഭക്ഷണം തരുമായിരുന്നു അവിടുന്ന്. അങ്ങനെ വലിയ കഥകളുണ്ട് അവിടെ. അങ്ങനെ ഞാൻ അവരുടെ എല്ലാവരും കണ്ണിലുണ്ണിയായിട്ട് അവിടെ അങ്ങ് വളർന്നങ്ങ് പന്തലിച്ചു. അങ്ങനെ പിന്നെ അത് കഴിയുമ്പോൾ എനിക്ക് അവിടുത്തെ മാഡം റീന മാഡം എനിക്ക് ഒരു ഓഫർ തന്നു, കോട്ടയത്ത് ബ്രാഞ്ച് മാനേജറാക്കാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ റീന മാഡത്തിൻ്റെ അടുത്ത് വളരെ മാസമായിട്ട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, മാഡം ഇങ്ങനെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ബിസിനസ് വളർത്തുക എന്നുള്ളതല്ല എൻ്റെ സ്വപ്നം. എൻ്റെ സ്വപ്നം വേറെ എന്തൊക്കെയാണ്, കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പ്രചോദനമായിരുന്നല്ലോ അവരുടെ സൈഡിൽ. അപ്പോൾ അവർക്ക് മനസ്സിലാക്കി ഉണ്ടാവും നിങ്ങൾ അതിൽ ഉപരി തിരുവല്ലയിൽ ഒരു തുണിക്കടയുണ്ടായിരുന്നു. നമ്മുടെ തിരുവല്ലയിൽ നിന്ന് പരിമലയിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ തൊപ്പിയൊക്കെ വെച്ചൊരു വളരെ ഫ്രീക്കായിട്ടുള്ളൊരു ഓണം ഉണ്ടായിരുന്നു. അദ്ദേഹവും ഞാനും കേരള പിറവിക്ക് മുണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോകുന്നുണ്ട്. അതൊക്കെ വളരെ നമ്മുടെ എന്ത് പറയുന്നത് ഒരു എന്തോ ഒരു സ്പാർക്ക് ഉണ്ടാകുന്ന ചെറിയ കാര്യങ്ങളാണ്. ഞാൻ കേരള പിറവിക്ക് മുണ്ട് മേടിക്കാൻ നിന്നപ്പം അവിടെ 2 മുണ്ട് മേടിച്ചു കഴിഞ്ഞാൽ ഒരു മുണ്ട് ഫ്രീയാണ്. അപ്പോൾ മൊത്തത്തിൽ 3 മുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഒരു മുണ്ട് ഇത് നാളെ ഒരു 10 മിനിറ്റത്തേക്ക് കൊടുക്കാനാണ്. അങ്ങനെ ഞാൻ പുള്ളിയായിട്ട് കുറച്ച് നേരം സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാവരോടും പറയുമല്ലോ, ആ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ കുറേ നേരം ഞാൻ പറയുന്നതെല്ലാം ഇങ്ങനെ കേട്ടോണ്ട് എന്നിട്ട് വീട്ടിൽ പെങ്ങളെ കെട്ടിക്കാൻ വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. ഉടനെ ചെലവിന് കൊടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? എന്നാ പിന്നെ ഒരു 5 വർഷം കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്ക്, പൊട്ടുവാണെങ്കിൽ കയറിപ്പോവും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കേ എന്ന് പുള്ളി ഒരു വാക്ക് ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. അതെ നമ്മളെ വളരെ സിമ്പിളായിട്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്ക്, 5 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് നോക്ക്, എന്നിട്ട് ഒന്നും നടന്നില്ലെങ്കിൽ കയറിപ്പോവും, ഇല്ലെങ്കിൽ വിട്ടേര്, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് നോക്ക് എന്നൊരു പുള്ളി ഒരു സാധനം നമ്മളെങ്ങനെ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു നീക്കോ കൊണ്ടോ നോക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് കയറ്റി വിടുന്നുണ്ട്. പിന്നെ തിരുവല്ലയിലെ മാനേജർ അനിൽ സാറ്, ഇവരൊക്കെ നമുക്ക് പ്രചോദനം തരുന്നുണ്ട്. പിന്നെ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഞാനിങ്ങനെ വിളിച്ച് നോക്കുമ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമനെ മരുഭൂമിയിലോട്ട് നീ വരണ്ട, നീ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യേ, ഒരു 3 കൊല്ലത്തേക്കൂടെ വേണമെങ്കിൽ ഞാൻ വീട്ടിൽ ചെലവിന് കൊടുത്തോളാം, അത്രയും നാളെ കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ, 3 കൊല്ലത്തേക്കൂടെ വേണമെങ്കിൽ നീ നോക്കാം, ബാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് നമുക്കൊരു. പക്ഷേ പപ്പ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. പപ്പയ്ക്ക് എങ്ങനെയെങ്കിലും ഞാൻ കയറി പോകണം എന്നുള്ളൊരു പേരൻസിന്റെ സൈഡിൽ നോക്കുമ്പോൾ മമ്മിയും ഓക്കെ അല്ലായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ നമ്മുടെ വൈഡായിട്ടുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മമ്മിയെ നമ്മൾ ചാക്കിലാക്കി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്താ പറയുക, നമുക്ക് നോക്കാം. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ വെറുതെ നോക്കിയിരിക്കുന്ന സമയത്ത് പപ്പ നമ്മളെ രാവിലെ ഇങ്ങനെ നല്ല രീതിയിൽ എന്ത് പാടി എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അപ്പയ്ക്ക് അറിയാവോ ബെൻസ് കാറിൽ എന്നെ അന്വേഷിച്ച ആൾക്കാർ വീട്ടിൽ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നല്ല മാസ് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ അതിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലെ ചേട്ടൻ ഞാൻ അച്ഛനെ വിളിച്ചിങ്ങനെ പറഞ്ഞിട്ടേ വർക്കൊന്നുമില്ല, ആരുമില്ല, ഒരു മനുഷ്യരും വിളിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ വെറുതെ വീട്ടിൽ ഇരിക്കുക. അപ്പോഴും നിങ്ങൾ ഇന്റേണലി അതിനുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ സാധനം ഉണ്ട്, തലയ്ക്കകത്ത് എല്ലാം ഉണ്ട്, പക്ഷേ നമുക്കൊന്നും അങ്ങോട്ട് വരുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം വേണം, കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ചേട്ടന് ശരിക്കും പറഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്തായി. പുള്ളിക്ക് തലയ്ക്ക് ഭ്രാന്ത് കണ്ടിട്ട് പുള്ളിയുടെ അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുന്ന ആനന്ദ് ഞടൂരുള്ള പുള്ളിക്ക് എന്തുവിടാ ജോബിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, അവനെന്തൊക്കെയോ ഭ്രാന്ത് പറഞ്ഞിട്ട് ഒരു വീട് പണിയാൻ നിൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അവൻ വന്ന് എൻ്റെ വീട് വന്ന് റിനോവേറ്റ് ചെയ്യാൻ അവനോട് പറ എന്ന് പറഞ്ഞിട്ട് ആനന്ദ് എന്ന് പറഞ്ഞ അച്ഛൻ്റെ വീട് നമ്മൾ ഒരു 40 വർഷം പഴക്കം ചെന്ന് ഒരു സൈഡ് ഇടിഞ്ഞു പോയൊരു വീട് നമ്മളതങ്ങ് റിനോവേറ്റ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങും ജോലി ചെയ്തിട്ടില്ല. അതെ, കാരണം ഒരു ആക്ച്വലി ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ബിൽഡർ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലോട്ട് വരുമ്പോൾ ഭയങ്കര കീനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ട്. പലരും ഈ എക്സ്പീരിയൻസ് വേണം എന്ന് പറയുമ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വർക്ക് കിട്ടിയപ്പം, ഒരു റിനോവേഷൻ എന്നൊരു വർക്ക് കിട്ടിയപ്പം എനിക്ക് ഒരു കമ്പനി പോലും, കൺസ്ട്രക്ഷൻ കമ്പനി പോലും നിന്നൊരു എക്സ്പീരിയൻസ് എനിക്കില്ല. ശരിക്കും എൻ്റെ ഇപ്പോഴും ഉള്ളൊരു പോസിറ്റീവ് സൈഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നിന്നുകൊണ്ട് ഒന്നും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ എന്തു ചെയ്തു, റിനോവേഷൻ വർക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിപ്ലോമയ്ക്ക് ഉള്ള ബുക്കും
അന്നത്തെ നോട്ട്സും എൻജിനീയറിങ്ങിൻ്റെ പുസ്തകവും ആ റിനോവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ ഞാൻ തുറന്ന് വായിച്ചു. അപ്പം ഞാൻ നമ്മൾ കോളേജിൽ പഠിച്ച കാര്യങ്ങളല്ല സൈറ്റിൽ നിന്നും പറയെങ്കിലും ആ പുസ്തകം തുറന്ന് റിനോവേഷൻ വർക്കിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് ഇലക്ട്രിസിറ്റി ലൈൻ കട്ട് ചെയ്യുക. അപ്പം ഒരു എവിടെങ്കിലും ഇപ്പോൾ ജെഫിന് അറിയാലോ, എവിടെങ്കിലും നിന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു പൈപ്പ് ലൈൻ ഉണ്ടല്ലോ, സിസ്റ്റമാറ്റിക് ഉണ്ട്. അപ്പം എവിടെങ്കിലും നിന്നാലല്ല നമ്മളിതെല്ലാം അറിയാതെ. അപ്പം ഞാൻ വളരെ ഇതായിട്ട് ബുക്ക് തുറന്നിട്ട് എഞ്ചിനീയറിങ്ങിൻ്റെ റിനോവേഷൻ വർക്ക് നടക്കുമ്പോൾ ഇലക്ട്രിക് ലൈൻ കട്ട് ചെയ്യുക, ഇതാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയേണ്ടുള്ള രീതിയിൽ ഞാൻ അതങ്ങ് വായിച്ച് പഠിച്ചു. ആ വായിച്ച് പഠിച്ച കാര്യങ്ങൾ പിറ്റേ ദിവസം ഞാൻ എന്നോട് പോയി ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പം നമുക്കത് വർക്കായി തുടങ്ങി. അപ്പം ആ വീട്ടിലെ ആൻറ്റിയൊക്കെ നോക്കുമ്പം ഇലക്ട്രിക് ലൈൻ കട്ട് ചെയ്തു, സത്യം പൈപ്പ് ലൈൻ കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ജാക്കി വെച്ചിട്ട് എക്സിസ്റ്റിംഗ് റൂഫെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് വളരെ സക്സസ് ആയിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ തുകയെക്കാട്ടിലും ഒരു 10,000 രൂപ കൂടെ എനിക്ക് എക്സ്ട്രായും തന്നു. അതൊരു ഭയങ്കര നമുക്കൊരു അവാർഡാണ്. ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം. ഞാൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോയി. VIP സിനിമയൊക്കെ എങ്ങനെയാ? VIP സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് നമ്മുടെ സിനിമ. നമ്മളെങ്ങനെ ഏറ്റവും നമ്മുടെ ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിലൊക്കെ അത് കാണുമ്പോഴും അതിനകത്തൊക്കെ ഉള്ള പോലെ. അപ്പൊ ഞാൻ അതിനകത്ത് മിച്ചം വന്ന പൈസ എല്ലാം കൂടെ പിടിച്ച് വീട്ടിലൊക്കെ വന്നിട്ട് കണ്ടോ കേട്ടേ അന്നേരം പപ്പ പറയുന്നേ ഇതെന്ത് ഗൾഫിൽ പോയി 1,00,000 രൂപ സാലറി കിട്ടിയാനെ എന്നുള്ളൊരു പോയിന്റാണ്. പുള്ളിക്ക് എങ്ങനെയെങ്കിലും നമ്മളെ പാക്ക് ചെയ്യണം, സേഫ് സോണിൽ എത്തിക്കണം, കംഫർട്ട് സോണിലാക്കണം. അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ പവർ ഹൗസിൻ്റെ കാര്യം കയറി വരുന്നു. അപ്പോൾ അതിൻ്റെ അഡ്വാൻസ് നമുക്ക് ഒരു എമൗണ്ട് കൂടെ ഇടും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇതുകൊണ്ട് നീ അവിടെ ചെയ്യേണ്ട കാര്യമില്ല, നിന്റെ പൈസ അല്ലല്ലോ. പിന്നെന്ന് പറഞ്ഞാൽ 6 മാസം അതിനകത്ത്. പക്ഷെ ഭയങ്കര, കാരണം ഞാൻ ഇപ്പോൾ കൊട്ടാരക്കരയിൽ മാത്രമല്ല, നമ്മൾ പല സ്ഥലത്തും പല ഞാൻ എക്സ്പെഷ്യലി ജിമ്മായിട്ട് പറയുകയാണ്, ഈ നമ്മൾ സാധാരണ കാണുന്നത് ഭയങ്കര പ്രീമിയം ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ളടത്തായിരിക്കും അങ്ങനത്തെ ഒരു ഡിസൈൻ, ഒരു ഹണികോമിൻ്റെ ഡിസൈനും പാറ്റേണും ലൈറ്റിംഗ് ആണെങ്കിലും അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും അവിടെ പിന്നെ തന്നെ സ്പാ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതോട് ചേർന്ന് തന്നെ സ്പായും അങ്ങനത്തെ ബോഡി മസാജ് അതിന്റെ പുറകിൽ സോനാബാത്തോ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റീം ബാത്ത് പരിപാടികള് അതെല്ലാം. അപ്പൊ ഇതെല്ലാം കൂടി അവിടെ അങ്ങനെ ആ ഒരു സ്പേസിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ നേരത്തെ അവിടെ ഒരു ഹോട്ടൽ പരിപാടി, മറ്റേ പൂർണ്ണപ്രകാശിന്റെ ഒരു അബാൻഡൻഡ് ആയിട്ടുള്ള മിനറൽ റോഡ് ബാക്കുള്ള ഒരു സ്ഥലം. പക്ഷെ അവിടെ അതൊരു സാധനം കെട്ടിപ്പൊക്കി അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് ഞാനവിടെ എഗ്രിമെൻ്റ് പറയുന്നത് 3 മാസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ശരിക്കും ഞാൻ ഓരോ സാധനങ്ങളുടെയും കറക്റ്റ് എമൗണ്ട് പറഞ്ഞിട്ട് ഞാൻ അതങ്ങ് എഴുതി കൂട്ടി അവിടെ കൊടുത്തു. അല്ലാതെ അതിനകത്ത് വണ്ടിക്കൂലി കൂട്ടണം ഇതിന്റെ ബിസിനസ് പഠിച്ചിട്ടില്ല. നമ്മളതിന്റെ വണ്ടിക്കൂലി കൂട്ടുന്നില്ല, നമുക്കൊരു മാർജിൻ നിർത്തണോ അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളിതെല്ലാം കൂടെ കൂട്ടി പണിയെല്ലാം തുടങ്ങി പകുതി ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഈ പറഞ്ഞ് തൊഴിക്കൊന്നും തീരത്തില്ല. പിന്നെ നമ്മളവിടെ ചെയ്തെന്ന് പറഞ്ഞാൽ പണിക്കാരെ എല്ലാം അങ്ങ് നിർത്തി. പിന്നെ എനിക്ക് ഈ വർക്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എനിക്കൊരു ബെൻസൺ എന്ന ഒരു ഫ്രണ്ടിനെ കിട്ടുന്നു. പുള്ളിയാണ് അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നത്. പുള്ളി ഞാനും അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിനകത്ത്. നമ്മൾ ഭയങ്കര ഇപ്പോൾ ഒരു ഫിലിം എടുക്കുമ്പോഴാണെങ്കിൽ ഒരു ഡയറക്ടറിന് ഒരു അസോസിയേറ്റ് അല്ലെങ്കിൽ ഡയറക്ടർ സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള അല്ല, പിന്നീട് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എല്ലാം നമ്മളിലേക്ക് വരുമായിരുന്നു. എങ്ങനെ നമ്മളിലേക്ക് എത്തുന്നു. ബെൻസനും ഞാനും തമ്മിലൊരു ബോണ്ട് ക്രിയേറ്റ് ആകുന്നു. ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പവർ ഹൗസിൻ്റെ ഇനാഗുറേഷൻ സമയത്ത് ചെറിയൊരു മൊമെൻറ്റോ തരുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ മുടി ഭയങ്കരമായിട്ട് വളർന്നു കിടക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുടി വളർത്തിയതല്ല, ഞാൻ ഈ പ്രാന്തിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ വെട്ടാനൊക്കെ അങ്ങ് മറന്നുപോയതാണ്. ഇങ്ങനെ അമ്മയൊക്കെ വന്നായിരുന്നല്ലോ, അമ്മയൊക്കെ വന്നു. അവര് നീ ചെയ്തത് സത്യം. ഞാൻ വന്നപ്പോ ഞാൻ മറ്റേ ആടൊക്കെ എന്റെ ടിവിക്കകത്തൊക്കെ ഇട്ടോണ്ടിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോ നിങ്ങളുടെ പപ്പയും മമ്മിയൊക്കെ വന്നിട്ട് ഇങ്ങനെ സംഭവമാണ്. എല്ലാരും ഒന്ന് വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ കുറെ ഫിലിം ആർട്ടിസ്റ്റുകളും ഒരുപാട് സെലിബ്രിറ്റീസ് അവിടെ പരിപാടിയായിരുന്നു. അവര് വന്ന് എല്ലാരും അതൊരു അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണി പഠിക്കുകയായിരുന്നു ഒരു സൈഡിൽ കൂടെ. അതുപോലെ തന്നെ ഒരുപാട് ഡ്രോബാക്കുകൾ നമ്മൾ അവിടെ പഠിച്ച്
അതിനെ മാറ്റി ഒരു 6 മാസം കൊണ്ട് എന്താ നമ്മളല്ലേ എന്താ പറയുന്നത്, ഈ ഗുരു സിനിമയ്ക്കകത്തൊക്കെ അല്ലേ കണ്ണ് കാണാത്ത ഒരാളെ കാഴ്ചയിലേക്ക് എത്തുന്നത് പോലെ ബിസിനസ് എന്തുവാണെന്നുള്ളതും അതും ഇത്രയും വലിയ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ടീമായിട്ടുള്ള അജിത് വിനായകയുടെ ശിഷ്യത്വത്തിൽ നമ്മൾ പഠിച്ചിറങ്ങുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിയൻ ഓഫീസിൻ്റെ താഴെയാണ് ഈ സംഭവം. അപ്പോൾ ഒരു സാധനം ഇറക്കുന്നത് യൂണിയൻകാരെയും കൊണ്ടാണെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഗവൺമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ അപ്പം യൂണിയൻകാരാണ് സാധനം ഇറക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിന്റെ ഫുൾ വർക്കും തീർന്ന് ബുക്ക് നോക്കി സിസ്റ്റമാറ്റിക് നമ്മളങ്ങനെ പഠിക്കുന്നു, എഴുതുന്നു, ലെവൽ നോക്കുന്നു, വാട്ടർ ലെവൽ ഇതെല്ലാം ചെയ്യുന്നെങ്കിലും അവിടെ ഒരു സാധനം സോഷ്യൽപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും അറിയത്തില്ല. അപ്പം ഇവിടെ ഈ സൗണ്ട് സിസ്റ്റം ഭയങ്കരമായിരുന്നു. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ഇതുപോലെ ശരത്തേട്ടൻ എടുത്ത് നമുക്കത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ഭയങ്കര അഡ്വാൻസ്. കാരണം എൻ്റെ പ്രോജക്റ്റായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അല്ലാതെ വേറൊരു ഓണറിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുള്ള എൻ്റെ സ്വന്തം സ്ഥാപനം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമ്മളിതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വന്ന സമയത്ത് സൗണ്ട് സിസ്റ്റം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബാസും ഭയങ്കര പാട്ട് ശബ്ദവും കേട്ടപ്പോഴാണ് ഈ കാട്ടിനകത്ത് നിന്നോടെ ഇത്രയും ശബ്ദം എന്നുള്ള രീതിയിൽ യൂണിയൻകാർ നോക്കുന്നു, അപ്പുറത്ത് പൂർണ്ണപ്രകാശുകാർ നോക്കുന്നു. അങ്ങനെ യൂണിയൻകാർ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെണ്ണ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു നിങ്ങളെ കൊണ്ടൊക്കെ സാധനം ഇറങ്ങുന്നുണ്ടെന്ന്. എനിക്ക് പൊന്നെണ്ണ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് അവരുമായിട്ട് കമ്പനിയാവുന്നു. യൂണിയൻകാർ നമ്മളോട് ഭയങ്കര സപ്പോർട്ട്. കാരണം എൻ്റെ ആ ഒരു നിഷ്കളങ്കത അവർക്ക് മനസ്സിലായി. മനെ അപ്പൊ എൻ്റെ അടുത്ത് പിന്നെ പറയുന്നുണ്ട്, മനെ ഇനി ഉള്ളതിനൊക്കെ ഞങ്ങളാ സാധനം ഇറക്കുന്നുണ്ട്, ഇതുവരെ ഉള്ളത് ഓക്കെ, നിനക്കറിയാൻ വയ്യത്തോണ്ട് നിന്നെ വിട്ടിരിക്കുന്നു, ഇനി സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇറക്കുന്ന കേട്ടോ. ഓക്കെ, സാധനം ഇറക്കാൻ ഒരാളെ കിട്ടുമെന്ന് അത്ര അനുഗ്രഹമില്ല, ഇത് ഇത്ര നാൾ ഞാൻ ചുമന്ന് ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ യൂണിയൻകാരുമായിട്ടൊരു കുട്ടാലക്കരയിലെ യൂണിയൻകാരുമായിട്ട് നമ്മളൊരു ബോണ്ടാവുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുന്നത്, ആ ജിമ്മ് ഓണായി വരുന്നു. അപ്പോൾ ഈ സൗണ്ട് സിസ്റ്റം അവിടെ ചാലു ആക്കിയപ്പോൾ തൊട്ട് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പെയിന്റ് അടിക്കുന്നത് ഞാൻ തന്നെ, പുട്ടി അടിക്കുന്നത് ഞാൻ തന്നെ, ഇലക്ട്രിക്കൽ വർക്ക് എൻ്റെ ബെൻസ് നമ്മളാരും കണ്ടാൽ പറ്റത്തില്ല. ഞാൻ അതിന്റെ വിഷ്വൽസ് ഒക്കെ എന്താണ് ഇതിനകത്ത് വേണമെങ്കിൽ അതിനെ കുറിച്ച് ആഡ് ചെയ്തോണം കേട്ടോ. എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ആരെങ്കിലും അവിടെ ഈ സൈറ്റിലോട്ട് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞ ഉടനെ നമ്മളവിടെ തൂക്കുന്നതെല്ലാം ഞാൻ തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന ആരെങ്കിലും വരുന്നെങ്കിൽ ഉടനെ ചൂലെടുത്ത് ഈ പണിക്കാരൊക്കെ എവിടെ ഒരു പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ തരത്തില്ല. എല്ലാവരും പോയി കഴിഞ്ഞാൽ എല്ലാം പോയി കഴിഞ്ഞാൽ ആ ചൂല് എങ്ങോട്ടായിരുന്നു എറിഞ്ഞ ദൈവമേ. ഞാൻ തന്നെ എടുത്തോണ്ട് വരിക, തൂക്കുക, വാരുക, പെയിന്റ് അടിക്കുക, കാർപ്പറ്റ് ഒട്ടിക്കുക, അങ്ങനെ ഈ എന്താ പറയുന്നത് ഈ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള വർക്ക് ബെൻസും ചെയ്യുന്ന, ബെൻസിന് ഇലക്ട്രിക് വർക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള വർക്കുകൾ ഞാൻ തന്നെ ചെയ്യുന്നു. പിന്നെ പല ജോലിക്കാരിൽ നിന്നുള്ള തേപ്പ്, ഇത് ഇത്രയാവും നമ്മൾക്കൊരു ഏറ്റവും ഒരു കുറച്ച് ഒരുപാട് പറ്റിക്കൽ. കാരണം ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ഇതൊരു ടീം വർക്ക് ആണല്ലോ. ആക്ച്വലി ഇത് ഒരാളുടെ തലേന്ന് വരുന്നൊരു പരിപാടിയാണെങ്കിൽ പോലും ഇതൊരു ടീം വർക്ക് ആയതുകൊണ്ട് പല ബിഹേവിയേഴ്സ് ഉള്ള ആൾക്കാരായിരിക്കും. അതെ അതെ. അപ്പൊ ഇവരൊക്കെ മാനേജ് ചെയ്യാൻ, കാരണം മണി ഓറിയന്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ എല്ലാം ഡിപ്പെൻഡഡ് ആണ് എങ്ങനെ പൈസ ഉണ്ടാക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക വിഷൻ, പാഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവര് പക്ഷെ ഇന്ന് ഒരു ദിവസം ഇത്ര തച്ച് കിട്ടും ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പം ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സാമ്പത്തികമായിട്ട് ഞാൻ അടപടലം തീർന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അജോ എന്ന് പറഞ്ഞ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അപ്പോൾ ഞാൻ ഇവനോട് ഇത് തുറന്നു പറഞ്ഞൊരു സമയത്ത്, അളി നിനക്ക് പൈസ എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ തരാം. ഞാൻ പറഞ്ഞു, നീ തരുമോ? നീ എനിക്ക് തിരിച്ചു തരണം, ഞാൻ നിനക്ക് തരാം. അല്ല അതൊക്കെ ഭയങ്കര സപ്പോർട്ട്. അത് നമ്മളിൽ എന്തോ ഒരു സംഭവം കണ്ടിട്ടായിരിക്കണമല്ലോ, കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരില്ലേ, ജിജോ മോൻ അല്ലെങ്കിൽ ജിജോ എന്ന് പറഞ്ഞാൽ അവർക്കും ഒരു സ്നേഹബന്ധമുണ്ട്. അപ്പം ഉടനെ അവൻ എനിക്ക് പൈസ തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു. ഞാൻ ഈ കുറച്ച് മുമ്പേ പറഞ്ഞിട്ട് ആൾക്കാരെ കാണുമ്പോൾ ഞാനൊരു മുതലാളിയായിട്ട് നിൽക്കുകയും ആൾക്കാർ പോകുമ്പോൾ പക്കാ തൊഴിലാളിയായിട്ട് നിൽക്കുകയും അവിടുത്തെ ബാത്റൂം കഴുകുക, തേച്ച് റെഡിയാക്കുക, ക്ലോസറ്റ് കഴുകുക. ഹാർപ്പിക്കും കൊണ്ട് വീട്ടിലെ ബാത്റൂം ഞാൻ കഴുകിയിട്ടില്ല, പക്ഷെ പവർ ഹൗസിലെ ബാത്റൂം മൊത്തം കഴുകിയത് ഞാനാ, കഴുകി വൃത്തിയാക്കിയതെല്ലാം ഞാനാ, മിറർ മൊത്തം നിറച്ച് വൃത്തിയാക്കിയത് ഞാനാ. ഫൈനലി അതൊരു നല്ല തേച്ച് മിനുക്കി അത് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, തമാശകളുണ്ട്, പൊട്ടിക്കരയുന്നുണ്ട്,
കെട്ടിപ്പിടുത്തങ്ങൾ നടക്കുന്നുണ്ട്. ശരത്തേട്ടൻ വന്ന് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്നുള്ളതുകൊണ്ട് നീ 3 മാസം എന്ന് വെച്ച് കയറിയിട്ട് 6 മാസമായി, തീർക്കണം കേട്ടോ, ഇതിനകത്ത് ഇറങ്ങണം എന്ന് പറയുന്നുണ്ട്. ഫ്രണ്ടില് എന്താ ഒരു ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യുന്നു, അങ്ങനെ ഇതെല്ലാം ചെയ്യുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം ചെയ്തിട്ട് ഉദ്ഘാടന സമയത്ത് എൻ്റെ പേരൻസിനെ കാണുന്ന സമയത്ത് ഞാൻ കരയുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരും കരയുവാണ്. കാരണം ഇത്രയും വലിയൊരു സാധനം ഞാൻ ചെയ്തു കഴിഞ്ഞല്ലോ. അപ്പം ഇതിനകത്ത് എനിക്കൊരു ട്രെയിനിങ് പോയിൻ്റ് ഉണ്ട്. ഞാൻ ഇതിങ്ങനെ ചെയ്ത് ഈ സൗണ്ട് സിസ്റ്റം ചാലു ആക്കി കഴിഞ്ഞത് പിന്നെ നമ്മളെപ്പോഴും ഈ പാട്ടിട്ടാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. അതും പവർഫുള്ളായിട്ടുള്ള സൗണ്ടാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ സൗണ്ട് കേട്ടിട്ട് പൂർണ്ണപ്രകാശ് മസാല ദോശ കഴിക്കാൻ വന്നത് നമ്മുടെ JC ഹൗസിൻ്റെ ഓണർ ജിജോ, എൻ്റെ പേരും ജിജോയ, അജാൻ്റെ പേര് ജിജോയ. അജാനും വൈഫും കൂടെ ചേച്ചിയും കൂടെ ഇതേപോലെ ഈ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ വരാമെന്ന് ഉടനെ ഞാൻ ഇവിടെ നിൽക്കും. എന്തുകൂടെ മോനെ ഇവിടെ നിൽക്കുന്നത്? ഞാനാണ് ഇത് ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇത് എന്തുകൂടെ മോനെ, ഇത് കൊട്ടാരക്കരയിൽ ഇതൊക്കെ വിജയിക്കുമോ? അത് ഭയങ്കര ചോദിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര വിജയിക്കും. കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ ഡെയിലി നീഡ്സ് മാത്രം അറ്റൻഡ് ഒക്കെ ചെയ്യും. എല്ലാവരും ജിമ്മിന് പോകുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മസിലുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ആർക്കും അറിയത്തില്ല കൺസെപ്റ്റ് എന്താണെന്നുള്ളത്, അറിയത്തില്ല. അതെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയം ഇതൊക്കെ വിജയിക്കുമോ? ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ വിജയിക്കും, നമ്മൾ സെറ്റായി. ഇതൊക്കെ ഡിസൈൻ ചെയ്തത് ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ജിജോ ചാനോട് അങ്ങോട്ട് പറയുന്നുണ്ട്, വെച്ചാൽ നമുക്ക് JC ഹൗസ് ഒന്ന് റിനോവേറ്റ് ചെയ്താലോ, ചെയ്തിട്ടുണ്ട്. അതെ, നമുക്കൊന്ന് ചെയ്താലോ. അന്നേരം പുള്ളി എന്നോട് അത് ഒരിക്കലും നടക്കത്തില്ല പോനെ, കാരണം ഞങ്ങൾ കട തുടങ്ങിയപ്പോൾ ഉള്ള സാധനങ്ങൾ അതിനകത്തിരിക്കുക, ഒന്ന് മാറ്റപ്പെടുത്തി ഞാൻ പറഞ്ഞാൽ നമുക്കൊരു അവസരം താ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മളിങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തോ പറഞ്ഞതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്ക് 2 മണിയായി, മോനെ ഈ വണ്ടിയിലോട്ടൊന്ന് കയറി എന്നങ്ങനെ പുള്ളി എന്നെ ബുള്ളറ്റ് കയറ്റി പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ജിജോച്ചാൻ്റെ വീടിൻ്റെ സൈറ്റ് കാണിച്ചിട്ട് പറഞ്ഞു, മോനെ ഇവിടെ എനിക്കൊരു വീട് പണിയണം, നിനക്ക് വരച്ചു തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു വരച്ചു തരാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എന്തൊക്കെയാണ് അച്ഛനാണ് വേണ്ടത്? അപ്പോൾ എനിക്ക് ബെഡ്റൂം വേണം, ഇത് വേണം. അപ്പം നമ്മളുടനെ നോർമലി ബെഡ്റൂം വേണം, ഇത് വേണം, ഒരു മാക്സിമം പോയി 2000 സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിയിൽ. പുള്ളി പറഞ്ഞു എനിക്ക് 2000 സ്ക്വയർ ഫീറ്റ് ഒന്നുമല്ല, എനിക്കൊരു 5000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചോദിക്കുക 5000 സ്ക്വയർ ഫീറ്റിനകത്ത് വെച്ചാൽ എന്തൊക്കെ വേണം വെച്ചാൽ എന്തൊക്കെ വേണം? മോനെ എനിക്ക് 4 ബെഡ്റൂം, ഹാളും, ലിവിങ്, ഒരു നോർമൽ വീട്ടിലുള്ള സാധനം മതി. പക്ഷെ എനിക്ക് 5000 സ്ക്വയർ ഫീറ്റിനകത്ത് പ്രീമിയം ഒരു സാധനം തന്നെ നിനക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു. അപ്പം ഞാൻ നമ്മുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ക്ലയൻറ്റ് അങ്ങോട്ട് ഹാപ്പി ആവുന്നില്ല. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പല വ്യക്തികൾ വഴിയാണ് നമ്മൾ വളർന്നു വരുന്നത്. വ്യക്തികളിലൂടെയാണ് നമ്മൾ വളർന്നതും. ഇത്രയും നമ്മുടെ മുന്നേ സഞ്ചരിച്ച പല മഹാന്മാരുടെയും വാക്കുകൾ കേട്ടിട്ടാണ് നമ്മൾ. ഇപ്പോഴാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കൂടെ റീൽസ് മോട്ടിവേഷൻ ഒക്കെ വരുന്നത്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരാനോ ഫാമിലിയിൽ നിന്ന് പോലും ഒരു സപ്പോർട്ട് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചി ഇറക്കം കൊട്ടാരക്കര ഒരു വണ്ടിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്ന ഒരു അന്ന് ഏതായിരുന്നു ബൈക്ക്? പ്ലാറ്റിനോ? അല്ലല്ല, അന്ന് ബുള്ളറ്റ് ഉണ്ട്. പ്ലാറ്റിനോ എന്തോ ഇല്ലേ? അത് ഇതിനിടയ്ക്ക് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ നമ്മുടെ പ്രൈഡായിട്ട് ഇപ്പോഴും ഉണ്ട് നമുക്ക്. ബുള്ളറ്റ് ചേട്ടൻ ഇതിനിടയ്ക്ക് മേടിച്ചു തരുന്നൊരു വണ്ടിയാണ്. അങ്ങനെ ആ ബുള്ളറ്റ് കൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുക. അതുകൊണ്ട് അതെങ്കിലും വേണം, നമ്മളൊരു കോൺട്രാക്ടർ അല്ലേ. കോൺട്രാക്ടർ എന്നുള്ളത് പോട്ടെ, എന്തേലും വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് 5000 സ്ക്വയർ ഫീറ്റ്. അപ്പം ഞാനിങ്ങനെ ശരിക്കും ഫുള്ളി ബ്ലാങ്കായിട്ട് നിൽക്കുകയാണ്. കാരണം എനിക്കൊരു ഒരു കമ്പനിയിൽ നിന്നൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ബ്ലാങ്ക്നെസ് ബിസിനസ് പരമായിട്ടും എനിക്കൊരു ഐഡിയ ഇല്ലാത്തത്. ജിജോ ചാൻ എനിക്ക് കുറേ ഐഡിയാസ് പറഞ്ഞു തരുന്നുണ്ട്. പുള്ളി ശരിക്കും പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ താണ്ട് ഇങ്ങനെയാണ് നീ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അവിടെ കലയപുരത്ത് നിതീഷാൻ്റെ വീടൊക്കെ എന്നെ കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു റെഫറൻസിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, വരച്ചു, പ്ലാൻ തയ്യാറാക്കി, അതിൻ്റെ 3D ചെയ്തു. 3D 1, 2, 3 ചെയ്യുന്നു. അങ്ങനെ പുള്ളി എൻ്റെ ക്ലയൻ്റ് എന്നുള്ള രീതിയിൽ പുള്ളി ഒരു 100% എത്തുന്നു. അത് സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പവർ ഹൗസിൻ്റെ ഇന്നാഗുറേഷൻ അതൊരു അൾട്രാ വലിയ സംഭവമായിട്ട് അത് മാറുന്നു. അപ്പോഴത്തേക്ക് ഞാനൊരു എന്താ പറയുക, ഒരു പ്രീമിയം ഒരു എഞ്ചിനീയർ, ഒരു വലിയൊരു സ്ഥാനത്തേക്ക് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. കാരണം നമ്മുടെ തിങ്കിങ്സും നമ്മുടെ തോട്ട്സും എല്ലാം ആ ഒരു രീതിയിലോട്ട് മാറും. അതെ. അപ്പം ഇതിനകത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ സമയത്താണ്
ഞാനപ്പോൾ ഇങ്ങനെ എന്താ എല്ലായിടത്തും പോയി കൊളുത്തുന്നുണ്ട്. അതെ. അപ്പം പുനലൂർ ഒരു പള്ളി, നമ്മുടെ ഒരു പേപ്പർ മില്ല് പള്ളി പൊളിഞ്ഞ ഒരു അവസ്ഥയിലിരിക്കുന്നു. അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് അവിടെ കൽപ്പനയും കൊണ്ട് പോയതാണ്. കൽപ്പനയും കൊണ്ട് പോയ സമയത്ത് ഞാനവിടെ ഒരു ആ പയ്യൻ മരിച്ചുപോയി. അവൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാ, നിങ്ങളുടെ പള്ളിയൊക്കെ ഒന്ന് പുതുക്കി പണിയണ്ടേ, ഇങ്ങനെ കിട്ടാൽ മതി, പള്ളിയൊക്കെ പണിയണ്ടേ. അവനെൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ എല്ലാം ഞങ്ങൾ ഇതുപോലെ ഒരു തിരുവനന്തപുരത്ത് ഒരു എഞ്ചിനീയറെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ചർച്ചല്ലേ നിങ്ങളെയൊക്കെ അപ്പം ഞാൻ ഉടനെ അവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അച്ഛൻ്റെ നമ്പർ മേടിക്കുന്നുണ്ട്. അച്ഛനെ ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു വെച്ചാൽ ഞാനിതുപോലെ വടവൂണ്ട് പള്ളിയിലെ ഇന്ന ആളാണ്, എനിക്ക് വർക്കൊക്കെ തരണേ, മോനെ എല്ലാം അവിടെ കൊടുത്തു, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു എഞ്ചിനീയറാണ്, സ്ട്രക്ചർ വൈസ് എല്ലാം ഓക്കെ, പക്ഷെ ഡിസൈൻ വൈസ് അവർക്ക് അങ്ങോട്ട് ഹാപ്പി ആവാൻ പറ്റുന്നില്ല. ആ സമയത്ത് അച്ഛൻ എന്നെ റിമെമ്പർ ചെയ്തിട്ട് അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ജിജോ ഞങ്ങൾക്കൊരു എലിവേഷൻ വേണം, ജിജോയ്ക്ക് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാനും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ജിജോയ്ക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ഡിസൈൻ ചെയ്യാം.